PM-ശ്രീ പദ്ധതി എത്രയും വേഗം സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. പദ്ധതി വൈകുന്നതിലൂടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകേണ്ട മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടമാകുന്നതിലാണ് ആശങ്ക. പദ്ധതി നടപ്പാക്കിയാൽ കേന്ദ്ര സർക്കാർ സിലബസിൽ ഇടപെടണമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് അധ്യാപകരും പറയും. സാധാരണക്കാരൻ്റെ മക്കൾക്കും പഠിക്കണ്ടേ? ഇവിടെ നടപ്പിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു അധ്യാപികയാണ്. സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും ഇത് നടപ്പിലാക്കിയാൽ അവർക്ക് പ്രയോജനപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അറിയാതെയാണ് എതിർക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരും. അനഘ, നമ്മുടെ ക്യാമ്പയിൻ്റെ അതേ ടൈറ്റിലാണ് ആദ്യത്തെ ബൈറ്റിൽ പറഞ്ഞു തുടങ്ങുന്നത്, സാധാരണക്കാരൻ്റെ മക്കൾക്കും പഠിക്കണ്ടേ എന്ന്. ഈ PM-ശ്രീ പദ്ധതി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകളിൽ ഒരുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. അത് സ്വീകരിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ കുട്ടികളോട് ചെയ്യുന്ന ശരിയായ രീതിയിലല്ല കുട്ടികളോട് നമ്മൾ സമീപിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒന്നാകും. അതുകൊണ്ടത് ചെയ്തേ മതിയാകൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഷ്ട്രീയപരമായി അതങ്ങനെയല്ല എന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് രക്ഷിതാക്കളും അധ്യാപകരും പറയുന്നത്? നോക്കൂ കൃഷ്ണരാജ്, ഇതിനോടകം തന്നെ PM-ശ്രീ നടപ്പിലാക്കിയ വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട്. ഈ വിദ്യാലയങ്ങളിലെ അധ്യാപകരോട് ആദ്യമായി നമ്മൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സിലബസിൽ, കുട്ടികളുടെ പഠനത്തിൽ കേന്ദ്ര സർക്കാർ സിലബസിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ള ഒരേ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. അതിൽ അധ്യാപകർ കൃത്യമായി തന്നെ, അവർക്ക് ഒരുപക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ കഴിയില്ല, പക്ഷെ അധ്യാപകർ നൽകിയ പ്രതികരണം അങ്ങനെ ഒരു സിലബസിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ മറ്റ് ഇടപെടലുകളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാവുകയുമില്ല എന്നാണ് പറയുന്നത്. ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയ സ്കൂളിലെ പ്രധാന അധ്യാപകർ തന്നെയാണ് ഈ രീതിയിൽ മറുപടി പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൊള്ളയാണ്, കള്ളത്തരമാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മറ്റൊന്ന്, ഈ രക്ഷിതാക്കൾക്കടക്കം, അതായത് ഈ PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് പക്ഷേ ഒരു കാര്യം അറിയാം, സാധാരണക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും ഒക്കെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ, ഈ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, ഇതാണ് ഈ പദ്ധതി എന്നുള്ളതും ഈ സർക്കാർ സ്കൂളുകൾക്ക് ഗുണമുണ്ടാകുമെന്നുള്ളതും ഓരോ രക്ഷിതാക്കൾക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് അതിൽ മറ്റ് പല ആരോപണങ്ങളും, ഈ ഭരണ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്നത് പോലെ മറ്റ് പല പൊള്ളയായ ആരോപണങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു നരേഷൻ ഇതിന് കൊടുക്കാനുള്ള ശ്രമം കൃത്യമായി തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ രക്ഷിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് പോലും അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ PM-ശ്രീ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ 700 സർക്കാർ സ്കൂളുകൾക്ക് ഈ ഗുണം കിട്ടും. 18 കോടി രൂപയാണ് ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഓരോ സ്കൂളിലും ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെ ഈ പദ്ധതിക്ക് എത്രത്തോളം മെറിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യവും വ്യക്തവുമാണ്. മറ്റൊന്ന്, ഈ പദ്ധതി ഒരുപക്ഷെ കേരളത്തിലെ PM-ശ്രീ പദ്ധതി കേരളത്തിലെ ഓരോ സ്കൂളുകളിലും നടപ്പിലാക്കുകയാണെങ്കിൽ ഓരോ സർക്കാർ സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരും. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിലേക്കൊക്കെ തന്നെ കയ്യടി പോകും എന്നുള്ള വലിയൊരാശങ്ക ഈ ഭരണ പ്രതിപക്ഷങ്ങൾക്ക്, CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനുമുണ്ട്. അതുകൂടിയാണ് ഇത്തരത്തിൽ PM-ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിന് മറ്റൊരു കാരണമാകുന്നത്. എന്തായാലും കേരളത്തിലെ രക്ഷിതാക്കൾക്ക് ഒരു പകുതിയിലധികം വരുന്ന ഈ PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ ഒരേ സ്വരത്തിൽ പറയാനുള്ളത്, കേരളത്തിലെ സാധാരണക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ എത്രയും വേഗം ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കണം, ഇനി വൈകിക്കൂടാ എന്ന് ഒരേ സ്വരത്തിൽ രക്ഷിതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണദാസ്, ആര്യ. അത് തന്നെയാണ് അനഘ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കൃഷ്ണേട്ട, അതായത് ഇതിന്റെ കയ്യടി അത് കേന്ദ്ര സർക്കാരിന് പോകുമോ എന്നുള്ള ഭയം. ഞാൻ പറയുന്നത്, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി, അതിന് ഒരു കേരള വേർഷൻ ഉണ്ടാവും ഇല്ല. അതായത് ഇപ്പോൾ ആ പദ്ധതി അതേപടി നടപ്പിലാക്കേണ്ടി വരുമെങ്കിലും, പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആ പദ്ധതി എത്തുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും അവരുടെ ഭാഷാ സ്വാധീനവും ഒക്കെ അനുസരിച്ച് അവർക്കത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു കേരള ടച്ച് ഉണ്ടാവും. ആ കേരള ടച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ. എന്നിട്ട് രാഷ്ട്രീയം കളിക്കാതെ
നിങ്ങൾ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെങ്കിലും നിങ്ങൾ അതിൽ വൈവിധ്യം കൊണ്ടുവരും അല്ലേ? കുട്ടികളിലേക്ക് അത് എത്തുമ്പോൾ കേരളത്തിൻ്റെ പദ്ധതിയാണെന്ന് തോന്നിപ്പിക്കും വിധം എന്തെങ്കിലും ചെയ്യൂ. പക്ഷേ പൊളിറ്റിക്സ് കാരണം അല്ലെങ്കിൽ രാഷ്ട്രീയം കാരണം ഒരു കാരണവശാലും കുട്ടികൾക്ക് അർഹമായത് നഷ്ടപ്പെടുത്തരുതെന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ളത്.